അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ 1 രൂപ പോലും മുതൽ മുടക്കില്ലാതെ നമ്മൾ ഉപയോഗിക്കാതെ വെച്ചിട്ടുള്ള പഴയ ഏതെങ്കിലും നൈറ്റിയിൽ നിന്നോ ചുരിദാറിൽ നിന്നോ ഒക്കെ വളരെ എളുപ്പത്തിൽ എങ്ങനെയാണ് ഒരു കിച്ചൺ അപ്രോൺ ചെയ്തെടുക്കുക എന്നുള്ളതാണ് കാണാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഞാനിവിടെ ഈ ഒരു നൈറ്റി വെച്ചിട്ടാണ് നമ്മുടെ അപ്രോൺ ചെയ്തെടുക്കുന്നത്. നിങ്ങളുടെ കയ്യിലുള്ള പഴയ ചുരിദാറോ നൈറ്റിയോ എന്താണെങ്കിലും ഇതുപോലെ ഒന്ന് കറക്റ്റ് നീളത്തിലൊന്ന് നടുമടക്കി ആ ചുളിവൊക്കെ പോക്കി ഒന്ന് ഇതുപോലെ ഒന്ന് വിരിച്ചെടുക്കണം. അപ്പോൾ അയൺ ചെയ്തെടുക്കുകയാണെങ്കിൽ കൂടുതൽ നല്ലതാണ്. ഞാനിവിടെ അയണൊന്നും ചെയ്തെടുക്കുന്നില്ല കേട്ടോ. അപ്പോൾ മടക്ക് വശം നമ്മുടെ അരികിലേക്ക് വരുന്ന രീതിയിൽ വേണം ഇതുപോലെ വെച്ചെടുക്കാൻ. അതിനുശേഷം ഒരു 31 ഇഞ്ച് നീളത്തിൽ ഞാനിതിൻ്റെ നമ്മുടെ നൈറ്റിയുടെ താഴ്വശം ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് ഈ ഒരു 31 ഇഞ്ച് മാർക്ക് ചെയ്ത് ലൈൻ വരച്ച് കട്ട് ചെയ്തെടുക്കേണ്ടവർക്ക് അങ്ങനെ കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ 31 ഇഞ്ചിൽ ഇതുപോലെ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ? ഇനി കുറച്ചുകൂടി ലെങ്ത്ത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു 36 ഇഞ്ചിലോ 35 ഇഞ്ചിലോ കട്ട് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഇനി നമുക്ക് ഈ ഒരു മടക്ക് വശത്ത് നിന്നും അകത്തേക്ക് ഒരു 4.5 ഇഞ്ചോ 5 ഇഞ്ചോ മാർക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ 5 ഇഞ്ചാണ് മാർക്ക് ചെയ്തെടുക്കുന്നത്. ഇതുപോലെ ഒന്ന് കറക്റ്റ് 5 ഇഞ്ച് മാർക്ക് ചെയ്തെടുത്തു. കൂടാതെ ഇതിൻ്റെ നമ്മുടെ ഈ ഒരു നൈറ്റി പീസിൻ്റെ മുകൾ വശത്ത് നിന്ന് താഴേക്ക് ഒരു 11 ഇഞ്ച് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഏറ്റവും സിമ്പിളായിട്ടാണ് കേട്ടോ നമ്മളിതിൽ അപ്രോൺ ചെയ്തെടുക്കുന്നത്. കണ്ടില്ലേ? ഈ ഒരു വശത്തും 11 ഇഞ്ച് മാർക്ക് ചെയ്ത് ഈ ഒരു അരികു വശത്തിലാണ് നമ്മൾ കറക്റ്റ് ആ ഒരു 11 ഇഞ്ച് മാർക്ക് ചെയ്തെടുക്കേണ്ടത്. അതിനുശേഷം നമ്മൾ മുകളിൽ മാർക്ക് ചെയ്തെടുത്തിട്ടുള്ള 5 ഇഞ്ച് പോയിൻറ്റും താഴെ മാർക്ക് ചെയ്തിട്ടുള്ള 11 ഇഞ്ച് പോയിൻറ്റും തമ്മിൽ ഇതുപോലെ ഒന്ന് ചെരിച്ച് വരച്ചെടുക്കണം. ഓക്കെ, അപ്പോൾ ഇതുപോലെ നമ്മളൊന്ന് ചെരിച്ച് വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഈ ഒരു താഴ്വശത്ത് നമ്മുടെ നൈറ്റിയുടെ ആ ചെരിവൊന്ന് കട്ട് ചെയ്തിട്ട് ഞാൻ സ്ട്രെയിറ്റ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പോകുകയാണ്. അതല്ല ഇതുപോലെ വേണമെന്നുള്ളവർക്ക് ഇങ്ങനെയും യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഈ ഒരു വശം ഇതുപോലെ ഒന്ന് വരച്ചെടുത്തതിന് ശേഷം നമ്മുടെ നൈറ്റി പീസിൻ്റെ താഴ്വശം മടക്കി തയ്ച്ചിട്ടുള്ള ആ ഒരു ഭാഗം കൂടി ഞാൻ ഇതിൽ നിന്നും കട്ട് ചെയ്ത് മാറ്റാണ് ചെയ്യുന്നത്. കണ്ടില്ലേ? ഈ ഒരു രീതിയിൽ താഴ്വശവും കൂടി ഒന്ന് വരച്ചെടുത്തു. ഇനി നമുക്ക് ഇതൊന്ന് ഇപ്പോൾ നമ്മൾ മാർക്ക് ചെയ്ത് വരച്ചെടുത്തതൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇതിൽ ലെങ്ത്ത് വ്യത്യാസം വരുത്തേണ്ടവർക്ക് വരുത്താൻ കഴിയും. നമ്മൾ 31 ഇഞ്ചാണ് ലെങ്ത്ത് എടുത്തിട്ടുള്ളത്. അത് ചെറുതാക്കണമെങ്കിൽ അതിൻ്റെ ലെങ്ത്ത് ഒന്ന് കുറച്ച് കൊടുക്കുക. വലിയതാണ് വേണ്ടത് എങ്കിൽ അതിനോടൊപ്പം കുറച്ച്, അതൊരു 5 ഇഞ്ചോ അല്ലെങ്കിൽ ഒരു 8 ഇഞ്ചോ ഒക്കെ കൂട്ടി കൊടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മളിതിപ്പോൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇതിൻ്റെ സെൻറ്റർ കൂടി ഒന്ന് ജസ്റ്റ് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഓക്കെ, സെൻറ്റർ ഭാഗത്തൊരു കട്ടിങ് കൊടുത്തു. ഈ ഒരു ഷേപ്പിലാണ് ഇപ്പോൾ നമുക്ക് നമ്മുടെ നൈറ്റിയുടെ പീസ് താഴ്വശം കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് നമ്മൾ സെൻറ്റർ നോച്ചസ് ഇട്ട് കൊടുത്ത ആ ഒരു പോയിന്റിൽ നിന്നും താഴേക്ക് എത്ര ലെങ്ത്തിലാണ് നിങ്ങൾക്ക് പോക്കറ്റ് വേണ്ടത് അതൊന്ന് മാർക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ഞാനിവിടെ 7 ഇഞ്ച് ലെങ്ത്തിലാണ് എടുക്കുന്നത്. കുറച്ചൊരു മുകൾ വശത്തേക്കുമായിട്ടാണ് ഞാനിവിടെ പോക്കറ്റ് വെച്ചെടുക്കുന്നത്. ചിലർക്ക് താഴ്വശത്ത് പോക്കറ്റ് വെക്കുന്നതായിരിക്കും ഇഷ്ടം. അപ്പോൾ അതിനനുസരിച്ചിട്ട് ലെങ്ത്ത് നിങ്ങൾക്ക് മാറ്റാവുന്നതേ ഉള്ളൂ. ഒരു 12 ഇഞ്ചിലോ 13 ഇഞ്ചിലോ ഒക്കെ ഇതുപോലെ പോക്കറ്റ് വെച്ചെടുക്കാവുന്നതേ ഉള്ളൂ. അതിനുശേഷം ആ ഒരു കറക്റ്റ് 7 ഇഞ്ചിൽ ഇതുപോലെ ഒന്ന് സ്ട്രെയിറ്റ് ലൈന് വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള നൈറ്റിയുടെ മുകൾ വശത്ത് നിന്ന് ഒരു 3 ഇഞ്ചോ 4 ഇഞ്ചോ വിഡ്ത്തിൽ 2 പീസ് ഫാബ്രിക് കട്ട് ചെയ്തെടുക്കണം. ഇത് നമ്മുടെ അപ്രോണിൻ്റെ പിറകു വശത്ത് കൂടാതെ നെക്കിൻ്റെ ആ ഒരു ഭാഗത്തൊക്കെ സ്ട്രാപ്പ് തയ്യാറാക്കിയിട്ട് വെച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ പീസ് കട്ട് ചെയ്തെടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ 4 ഇഞ്ചിലാണ് എടുക്കുന്നത്. ഇനിയിപ്പോൾ ഒരു 3 ഇഞ്ചായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇനി നമുക്ക് ഈ 2 പീസിൻ്റെയും സൈഡ് വശം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ഭാഗം കട്ട് ചെയ്ത് മാറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഒരു പീസിൽ നിന്നും 2 ഫാബ്രിക് കിട്ടും. ഓക്കെ, ആ ഒരു രീതിയിൽ ഇതുപോലെ നമ്മളൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ? അപ്പോൾ ഈ ഒരു രീതിയിൽ മറ്റേ പീസും നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മളിപ്പോൾ ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇതുപോലെ നമുക്കിപ്പോൾ 4 പീസ് ഫാബ്രിക് കിട്ടിയിട്ടുണ്ടാവും. നമ്മുടെ സ്റ്റാപ്പിന് വേണ്ടിയിട്ടുള്ള 4 പീസ് ഫാബ്രിക് നമുക്കൊന്ന് മാറ്റി വെക്കാം. ഇനി നമ്മൾ പോക്കറ്റാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. അത്
നമുക്ക് ഒരു പോക്കറ്റ് വേണ്ടവർക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കാം, 2 പോക്കറ്റ് വേണം എന്നുള്ളവർക്ക് 2 പോക്കറ്റ് കട്ട് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ദേ നൈറ്റിയുടെ ഈ ഒരു മുകൾ വശത്ത് നിന്നാണ് ഞാനിവിടെ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്നും ഞാനിവിടെ ഒരു 3.5 ഇഞ്ച് വീതിയും 7 ഇഞ്ച് നീളവും ഉള്ള ഒരു പീസ് ഫാബ്രിക് കട്ട് ചെയ്തെടുക്കുകയാണ്. ഒരു പീസല്ല, 2 പീസ് ഇട്ടാ. നമ്മളിതുപോലെ ഫോൾഡ് ചെയ്തിട്ട് മാർക്ക് ചെയ്യുമ്പോൾ നമുക്ക് 2 പീസാട്ടോ കിട്ടുക. അപ്പോൾ ഇതേ കണ്ടില്ലേ, ഈ ഒരു രീതിയിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി നമ്മൾ ഓപ്പൺ ആയി കിടക്കുന്ന ആ ഒരു ഭാഗത്ത് ജസ്റ്റ് ഒരു കേർവ് ഷേപ്പ് വരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ആ ഒരു രീതിയിൽ തന്നെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ പോക്കറ്റിൻ്റെ ഷേപ്പൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഞാനിപ്പോൾ ഇതേ ഈ ഒരു ഷേപ്പിലാണ് ചെയ്തെടുക്കുന്നത്. കണ്ടില്ലേ, 7 ഇഞ്ച് നീളവും 7 ഇഞ്ച് വീതിയും ഉള്ള പോക്കറ്റാണ് ഇപ്പോൾ നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. ഇതിൻ്റെ നല്ല വശങ്ങൾ അകത്തേക്ക് വരുന്ന രീതിയിൽ വെച്ചിട്ട് നമ്മൾ ചുറ്റിലും സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. മുകളിൽ ഒരു 3 ഇഞ്ച് നമ്മൾ വിട്ട് ബാക്കി വശങ്ങളെല്ലാം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. കൂടാതെ നമ്മൾ നമ്മുടെ സ്ട്രാപ്പും തയ്യാറാക്കി എടുക്കണം. അപ്പോൾ ഇതേ നമ്മൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ ഇതുപോലെ 2 പീസ് ഫാബ്രിക് ഒന്നിച്ചിട്ടായിരുന്നു കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ നിന്ന് ഒന്ന് സെപ്പറേറ്റ് ആയിട്ട് എടുക്കുക. അതിനുശേഷം ഇതിൻ്റെ നല്ല വശം അകത്തേക്ക് വരുന്ന രീതിയിൽ ഇതുപോലെ കറക്റ്റ് ഒന്ന് ഒപ്പത്തിനൊപ്പം വെച്ചെടുത്തിട്ട് ഒരു വശം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഇതേ നല്ല വശങ്ങൾ അകത്തേക്ക് വരുന്ന രീതിയിൽ നമ്മുടെ സ്ട്രാപ്പിനെ ഒന്ന് നടുമടക്കി വെച്ചെടുത്തിട്ടുള്ളതാണ്. എന്നിട്ട് മുകൾ വശത്ത് ഇതുപോലെ ഒരു 1/2 ഇഞ്ച് വിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തു. എന്നിട്ട് അരികു വശത്ത് നിന്നും ഒരു 1/2 ഇഞ്ച് വിട്ടിട്ട് നമ്മൾ ഇതിനെ താഴ്ഭാഗം വരെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ഈ ഒരു രീതിയിൽ തന്നെയാണ് നമ്മൾ മറ്റ് 3 സ്ട്രാപ്പും സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഇതുപോലെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. നമുക്കിതേ ഈ ഒരു കോണായി കിടക്കുന്ന ആ ഒരു ഭാഗം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്ത ആ ഒരു ത്രെഡ് കട്ട് ചെയ്ത് മാറ്റരുത്. അതിനുശേഷം നമുക്ക് ഇതിനെ അകത്തേക്ക് എന്തെങ്കിലും ഇതുപോലെ ഷാർപ്പായിട്ടുള്ള സംഭവം വെച്ചിട്ട് ഒന്ന് പുറം തിരിച്ചെടുക്കുകയാണ് വേണ്ടത്. സ്കെയിലോ സിസേഴ്സോ ഒറ്റ വെച്ചിട്ട് നമുക്കിത് ഇതുപോലെ വളരെ എളുപ്പത്തിൽ പുറം തിരിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു രീതിയിൽ തന്നെ നമുക്ക് മറ്റ് സ്ട്രാപ്പുകളും തയ്യാറാക്കി എടുക്കണം. അപ്പോൾ ആ കോണായിട്ട് കിടക്കുന്ന ആ ഒരു ഭാഗമൊക്കെ നമ്മൾ ആ സിസർ കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് കുത്തി റെഡിയാക്കി എടുക്കണം. ഒരു സ്ട്രാപ്പ് നമ്മൾ തയ്യാറാക്കി എടുത്തു കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ പോക്കറ്റാണ് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. അപ്പം നമ്മൾ നമ്മുടെ പോക്കറ്റിൻ്റെ മുകൾ വശത്ത് ഒരു 3 ഇഞ്ച് ഗ്യാപ്പ് കൊടുക്കുക. ഒരു വിരലിൻ്റെ അത്രയും ഗ്യാപ്പ് കൊടുത്തതിന് ശേഷം ആ ഒരു ഭാഗം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പാടില്ല. ബാക്കി വശങ്ങളെല്ലാം അരികു വശത്ത് നിന്ന് ഒരു 1/2 ഇഞ്ച് വിട്ട് നമ്മുടെ പോക്കറ്റിൻ്റെ ഷേപ്പ് ഏതാണോ ആ ഒരു ഷേപ്പിനനുസരിച്ച് തന്നെ നമുക്ക് ചുറ്റിലും സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇപ്പം നമ്മൾ മുകളിൽ ഒരു 3 ഇഞ്ച് വിട്ടില്ലേ, ആ ഒരു ഭാഗം നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. നമുക്കിതിലേ വേണം നമ്മുടെ പോക്കറ്റിനെ പുറം തിരിച്ചെടുക്കാൻ. ഇതിപ്പോൾ നമ്മൾ നല്ല വശങ്ങൾ അകത്തേക്ക് വരുന്ന രീതിയിൽ ഒപ്പത്തിനൊപ്പം പോക്കറ്റ് വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത്. എന്നിട്ട് നമുക്ക് താഴ്വശത്ത് കേർവ് ഷേപ്പ് വരുന്ന ആ ഒരു ഭാഗം ചുറ്റിലൊന്ന് കട്ടിങ് കൂടി കൊടുത്തെടുക്കണം. നമുക്കിതിനെ ഒന്ന് പുറം തിരിച്ചെടുക്കാം. ഓക്കെ, ഇതുപോലെ നമ്മൾ ഒന്ന് പോക്കറ്റിനെ പുറം തിരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഓപ്പൺ ആയി കിടക്കുന്ന ഭാഗം നമ്മൾ സ്റ്റിച്ച് ചെയ്യാതെ വിട്ടിട്ടുള്ള ആ ഒരു ഭാഗം നമുക്കൊന്ന് മുകളിൽ ഒരു പ്രസ് സ്റ്റിച്ച് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം. കണ്ടില്ലേ, ഇതിനെ കറക്റ്റ് ഈ ഒരു ലെവലിൽ അകത്തേക്ക് വെച്ചിട്ട് ഇതിൻ്റെ മുകൾ വശത്തിലൂടെ നമുക്കൊരു പ്രസ് സ്റ്റിച്ച് കൊടുത്തെടുക്കാം. അപ്പോൾ നമ്മുടെ പോക്കറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യമേ തന്നെ ഒരു പീസ് ഫാബ്രിക്കിൻ്റെ മുകളിൽ പോക്കറ്റ് വെച്ചെടുക്കേണ്ട ഭാഗം മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. ആ ഒരു പീസ് ഇതുപോലെ ഒന്ന് കറക്റ്റ് വിരിച്ചെടുക്കുക. എന്നിട്ട് അതിന് മുകളിലായിട്ട് സെൻറ്റർ ഭാഗങ്ങൾ പോക്കറ്റിൻ്റെയും അതുപോലെ നമ്മുടെ ഫാബ്രിക്കിൻ്റെയും സെൻറ്റർ ഭാഗങ്ങളൊക്കെ കറക്റ്റാക്കി നമ്മൾ വരച്ചെടുത്തിട്ടുള്ള ആ ലൈനിനോടൊപ്പത്തിനൊപ്പം പോക്കറ്റിൻ്റെ മുകൾ വശം വരുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് വെക്കുക. എന്നിട്ട് നമുക്കൊന്ന് പിൻ ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മൾ ഈ പോക്കറ്റിന് ചുറ്റുവശവും സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൻ്റെ മുകൾ വശം മാത്രം നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. ബാക്കി 3 വശങ്ങളും നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ
അപ്പോൾ ഞാനിവിടെ ഒരു പോക്കറ്റ് മാത്രമേ കൊടുക്കുന്നുള്ളൂ. നിങ്ങൾക്ക് 2 പോക്കറ്റ് വേണ്ടവർക്ക് അതുപോലെ ചെയ്യാം. അതുപോലെ പോക്കറ്റ് എവിടെയാണ് വേണ്ടത് എന്നുള്ളതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാവുന്നതേ ഉള്ളൂ. ഞാനിവിടെ അല്പം മുകളിലേക്കായിട്ടാണ് വെച്ചെടുത്തിട്ടുള്ളത്. കണ്ടില്ലേ? അപ്പോൾ പോക്കറ്റ് ഇവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. മുകൾ വശം നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ പാടില്ല, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നമുക്ക് നമ്മുടെ ഏപ്രൻ്റെ അവസാന ഘട്ടത്തിലേക്കാണ് നമ്മൾ കിടക്കുന്നത്. അപ്പോൾ ഇതേ നമ്മൾ 4 സ്ട്രാപ്പായിരുന്നു തയ്യാറാക്കി എടുത്തിട്ടുണ്ടായിരുന്നത്. കണ്ടില്ലേ? ഇതുപോലെയാണ് നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. നമ്മൾ പോക്കറ്റ് വെച്ചെടുത്തിട്ടുള്ള ആ ഒരു പീസിനെ ആദ്യമേ തന്നെ ഒന്ന് വിരിച്ചെടുക്കണം. അപ്പോൾ 2 പീസ് ഫാബ്രിക് ആയിരുന്നു, അതിലൊരു പീസിൽ നമ്മൾ പോക്കറ്റ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ കറക്റ്റ് ഇതുപോലെ ഒന്ന് വിരിച്ചെടുത്തതിന് ശേഷം ഒരു സ്ട്രാപ്പ് നമുക്കിതേ നമ്മുടെ നെക്കിൻ്റെ ഈ ഒരു ഭാഗത്ത് ഓപ്പൺ വരുന്ന ഭാഗത്തെ ഇതുപോലെ ഒന്ന് വച്ചെടുക്കണം. കറക്റ്റ് ഒന്ന് വീഡിയോ ശ്രദ്ധിച്ചാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. കണ്ടില്ലേ? ഇരുവശങ്ങളിലായിട്ട് ഞാനിവിടെ 2 സ്ട്രാപ്പ് വെച്ചെടുത്തിട്ടുണ്ട്. കൂടാതെ നമുക്കിതേ ഈ ഒരു ഭാഗത്ത് നമ്മൾ ക്രോസായി കട്ട് ചെയ്തെടുത്തതിൻ്റെ അതിൻ്റെ തൊട്ട് താഴെ വശം ഇതുപോലെ ഒരു സ്ട്രാപ്പ് വെച്ചെടുക്കുക. ഇതേ രീതിയിൽ മറ്റേ വശത്തും നമ്മൾ ഒരു സ്ട്രാപ്പ് വച്ചെടുക്കുക. അപ്പോൾ ഓപ്പണായി കിടക്കുന്ന സ്ട്രാപ്പിൻ്റെ വശങ്ങളായിരിക്കണം നമ്മൾ സ്റ്റിച്ച് ചെയ്യേണ്ട ആ ഒരു ഭാഗത്തേക്ക് വെച്ചെടുക്കേണ്ടത്. അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ ഇതുപോലെ നമ്മളൊന്ന് വച്ചെടുത്തിട്ടുണ്ട്. ഇതിന് മുകളിൽ നമ്മുടെ രണ്ടാമത്തെ പീസ് ഫാബ്രിക് ഇതുപോലെ ഒന്ന് വച്ചെടുക്കണം. അപ്പോൾ 2 പീസിൻ്റെയും നല്ല വശങ്ങൾ അകത്തേക്ക് വരുന്ന രീതിയിലാണ് നമ്മൾ വച്ചെടുത്തിട്ടുള്ളത്. എന്നിട്ട് നമ്മൾ സ്ട്രാപ്പ് വെച്ചെടുത്തിട്ടുള്ള ആ ഒരു ഭാഗങ്ങളിലെല്ലാം 2 പീസ് ഫാബ്രിക് അതുപോലെ സ്ട്രാപ്പും എല്ലാം അകത്ത് തന്നെ ഉണ്ടെന്ന് ഉറപ്പ് വരുത്തിയിട്ട് ഇതുപോലെ ഒന്ന് പിൻ ചെയ്തെടുക്കണം. കണ്ടില്ലേ? ഇതുപോലെ ഒന്ന് നമുക്ക് പിൻ ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്കിതിന് ചുറ്റിലും ഒരു 1/2 ഇഞ്ച് വിട്ടിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ ഇതിൻ്റെ താഴ്വശം മാത്രം നമ്മൾ ഒരിത്തിരി ഗ്യാപ്പ് കൊടുത്തിട്ട് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. താഴ്വശത്ത് ഒരു കൈയുടെ അളവിൽ ഇത്രയും ഗ്യാപ്പ് ഞാനിവിടെ കൊടുക്കുന്നുണ്ട്. ആ ഒരു ഭാഗം നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നില്ല. ബാക്കി ഇതിന് ചുറ്റിലും ഒരു 1/2 ഇഞ്ച് വിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഈ ഒരു ഷേപ്പിൽ തന്നെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ സ്ട്രാപ്പ് വെച്ചെടുത്തിട്ടുള്ള ഭാഗങ്ങളിൽ ഡബിൾ സ്റ്റിച്ച് കൊടുക്കുക, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഡബിൾ സ്റ്റിച്ചോ ഇനിയിപ്പോൾ ഒരു 3ഓ 4ഓ സ്റ്റിച്ച് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. ഇതിൽ ചുറ്റിലും നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ താഴ്വശത്ത് നമ്മൾ കുറച്ച് ഗ്യാപ്പ് കൊടുത്തിട്ടായിരുന്നു സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. നമുക്ക് ഈ ഒരു ഗ്യാപ്പിലൂടെ നമുക്കിതിനൊന്ന് പുറംതിരിച്ചെടുക്കണം. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് കോണായി വരുന്ന ആ ഭാഗങ്ങളിലെല്ലാം ചെറിയൊരു കട്ടിങ് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഇതുപോലെ ഒന്ന് പുറംതിരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, നമ്മുടെ ഫാബ്രിക്കിനെ നല്ല വശം പുറത്തേക്ക് വരുന്ന രീതിയിൽ തന്നെ പുറംതിരിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ഗ്യാപ്പ് വരുന്ന ഈ ഒരു ഭാഗത്തെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ ഇതുപോലെ ഒന്ന് കറക്റ്റ് വെക്കുക. എന്നിട്ട് താഴ്വശം മൊത്തത്തിൽ നമുക്കൊരു പ്രസ് സ്റ്റിച്ച് കൊടുത്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ താഴ്വശം മൊത്തം സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഓക്കെ, ഈ ഒരു രീതിയിലാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, ഈ ഒരു സമയത്ത് നമുക്ക് ഇതിന് മുകളിലൂടെ എല്ലാം പ്രസ് സ്റ്റിച്ച് കൊടുക്കണം എന്നുണ്ടെങ്കിൽ കൊടുത്തെടുക്കാവുന്നതേ ഉള്ളൂ. ഞാനിവിടെ പ്രസ് സ്റ്റിച്ച് കൊടുക്കുന്നില്ല. ഓക്കെ, അപ്പോൾ നമ്മുടെ ആപ്രോൺ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഉപയോഗിക്കാത്ത നൈറ്റിയോ ചുരിദാറൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ നെക്കിൻ്റെ ഈ ഒരു ഭാഗത്ത് ഞാനിവിടെ സ്റ്റാപ്പ് ഇതുപോലെ കൊടുക്കാൻ കാരണം എന്താ വെച്ചാൽ ഇതാകുമ്പോൾ നമ്മുടെ നെക്കിന് എത്ര ഹൈറ്റ് വേണമെന്നുള്ളത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് കെട്ടാൻ വേണ്ടി കഴിയും. അപ്പോൾ ഇതുപോലെയല്ല ഒരു സ്ട്രാപ്പിൽ തന്നെ കൊടുക്കേണ്ടവർക്ക് അങ്ങനെയും ചെയ്തെടുക്കാൻ കഴിയും കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്യുക. മറ്റൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് നമുക്ക് ഉടൻ തന്നെ കാണാം. അതുവരേക്കും ടാറ്റാ, ബൈ ബൈ, അസ്സലാമു അലൈക്കും.